ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാൽക്കം മഗ്രിഡ്ജ് BBC-യുടെ കമൻറ്റേറ്ററായിരുന്നു. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനുമാണ് അദ്ദേഹം. മദർ തെരേസയെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. 1971 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകമാണ് മദർ തെരേസയെ പാശ്ചാത്യ ലോകത്ത് വളരെ പ്രസിദ്ധിയാക്കിയത്. അദ്ദേഹം കൽക്കട്ടയിൽ മദറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ ആശയങ്ങളൊക്കെ ശേഖരിച്ചത്. അങ്ങനെ മദറുമായി സംസാരിക്കുന്നതിനിടയിൽ മദറിനോട് ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം. മദർ, എങ്ങനെയാണ് മദറിന് ഇത്രയും അതിശയകരമായ ആശയങ്ങൾ ലഭിക്കുന്നത്? മദർ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരിയായ സ്ത്രീയാണ്, എന്നാൽ എനിക്ക് അസാധാരണമായ ആശയങ്ങൾ ലഭിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനേക മണിക്കൂറുകൾ ഞാൻ ചെലവഴിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ദിവസം തൻ്റെ സ്വകാര്യ ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഈ പ്രാർത്ഥനയുടെ ഇടയിൽ വന്ന് പിതാവിനെ വിളിച്ചു. പിതാവെ, വളരെ അടിയന്തരമായിട്ട് ഒന്ന് പുറത്തേക്ക് വരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനുണ്ട്. ഇങ്ങനെ സെക്രട്ടറി പറഞ്ഞപ്പോൾ പിതാവിൻ്റെ മറുപടി ഇതായിരുന്നു: താങ്കൾ പറയുവാനുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുറെ കൂടെ സമയം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആധുനിക ലോകത്തിൽ 2 വിശുദ്ധാത്മാക്കളാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ ഒരു ചിന്തയുണ്ട്, ആധുനിക ലോകം തിന്മ നിറഞ്ഞതാണ്. തിന്മയുടെ ശക്തമായ സ്വാധീനങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. ഇവിടെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇവർ രണ്ടും പ്രകാശ ഗോപുരങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. ഇവർ വിശുദ്ധിയിൽ ജീവിച്ചത്, വിശുദ്ധിയിൽ വളർന്നത്, വിശുദ്ധരായി രൂപാന്തരപ്പെട്ടത് വളരെ പ്ലെയിനായിട്ട് നമുക്കറിയാം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനേക മണിക്കൂറുകൾ ചെലവഴിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊക്കെ സമാധാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു വഴിയേ ഉള്ളൂ, സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്ന, അതിനെ സാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ആനന്ദം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അതാണ് ആഗ്രഹം. അതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. ആനന്ദം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്ന ദൈവസന്നിധിയിൽ ഇരിക്കുക. വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു പോംവഴി മാത്രമേ ഉള്ളൂ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിങ്ങളായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിന് പറയുന്ന പേരാണ് പേഴ്സണൽ പ്രെയർ, അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പേഴ്സണൽ പ്രെയർ എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഒരിക്കൽ ചിലരോട് ചോദിച്ചു, ഞങ്ങൾ രാവിലെ നടക്കാൻ പോകാറുണ്ട്, ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതിയോ? പേഴ്സണൽ പ്രെയർ എന്ന് പറഞ്ഞാൽ അത് മതിയോ? വേറൊരാൾ ചോദിച്ചു, ഞാൻ രാവിലെ ഓഫീസിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, അതാണോ പേഴ്സണൽ പ്രെയർ? ഇത് പേഴ്സണൽ പ്രെയർ അല്ല, ഇത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയല്ല. ഏതെങ്കിലും ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നതല്ല പേഴ്സണൽ പ്രെയർ. ദൈവത്തിന് വേണ്ടി സമയം മനഃപൂർവ്വം നീക്കിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തീരുമാനിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പേഴ്സണൽ പ്രെയർ, അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ദൈവം സർവശക്തനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ 1%
ദൈവത്തിനായിട്ട് നീക്കി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ പ്രേയറിനെ കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം എഴുതിയ ആളിൻ്റെ പേര് ഗാരി ജാൻസൺ എന്നാണ്. പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. അദ്ദേഹം ഗാരി ജാൻസൺ വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ്. പെൻഗ്വിൻ റാൻഡം ഹൗസ് എന്ന പുസ്തകശാലയുടെ സീനിയർ എഡിറ്ററാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് മാർപ്പാപ്പ, ഇതുപോലെയുള്ള മാർപ്പാപ്പമാരുടെ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം, ഗാരി ജാൻസൺ. അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ 15 Minute Prayer Solution. എന്താണ് പേര്? അറിയാം, നിങ്ങൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ സബ് ടൈറ്റിലുണ്ട് ഹൗ 1% of your day can transform your life. നിങ്ങളുടെ ജീവിതത്തിലെ 1% നിങ്ങൾ ദൈവത്തിന് വേണ്ടി നീക്കിവെച്ചാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണക്ക് പറയുന്നുണ്ട്. ഒരു ദിവസം എത്ര മിനിറ്റ് ഉണ്ട് നിങ്ങൾ കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഒരു ദിവസം 24 മണിക്കൂറുണ്ടെന്നറിയാം. മിനിറ്റ് കണക്കാക്കിയാൽ അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് 1440 മിനിറ്റുകളാണ് ഒരു ദിവസത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ 14 മിനിറ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നോടും നിങ്ങളോടും പറയുന്ന ഒരേ ഒരു കാര്യം, ഏറ്റവും ലളിതമായ കാര്യം, നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ, സന്തോഷം ആഗ്രഹിക്കുന്നെങ്കിൽ, വിശുദ്ധി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 15 മിനിറ്റുകളെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇദ്ദേഹം പറഞ്ഞു, പണ്ട് എനിക്ക് പ്രാർത്ഥന ഭയങ്കര ബോറടിയായിരുന്നു, എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സങ്ങ് തളർന്നു പോകുന്ന പ്രകൃതമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ ജീവിതത്തിൽ 15 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ആത്മീയ ജീവിതം ഫ്ലറിഷ് ചെയ്തു, അത് വലിയ ശക്തി പ്രാപിച്ചു, ആത്മാവിൽ ഞാൻ കരുത്ത് പ്രാപിച്ചു. പണ്ടത്തേതുപോലെ തന്നെ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. പണ്ട് ഞാൻ തളർന്നു പോയിരുന്നു എങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ മനസ്സ് തളർന്നു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശാന്തമായി പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ മനസ്സ് ശക്തമാണ്. ശക്തനായ സർവശക്തനായ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ബലം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു പ്രാർത്ഥനാ രീതി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അദ്ദേഹം പറയുന്നത്, ഈ 15 മിനിറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ആദ്യമായി ചെയ്യാവുന്ന ഒരു കാര്യം യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമം ശക്തമായ നാമമാണ്. യേശുവിൻ്റെ നാമം ജീവൻ നൽകുന്ന നാമമാണ്. യേശുവിൻ്റെ നാമം രക്ഷ നൽകുന്ന നാമമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സമയം യേശുവേ 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 എന്ന് വിളിച്ച് നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കുറേ സമയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. കിടക്കാൻ പോകുമ്പോഴും വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു കാര്യം നിങ്ങൾക്ക് ഈ 15 മിനിറ്റിൽ ചെയ്യാനുള്ളത്, അദ്ദേഹം പറയുന്ന ബ്രീത്ത് ദ ലോർഡ്സ് പ്രേയർ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മനസ്സിലായോ? സ്വർഗസ്ഥനായ പിതാവേ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. കാരണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പാടുണ്ടോ?
പ്രാർത്ഥന എന്നുള്ളത് ദൈവികമായൊരു പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ 15 മിനിറ്റിൽ കുറേ സമയം പരിശുദ്ധാത്മാവേ എൻ്റെ മനസ്സിൽ വന്ന് നിറയണമേ, എൻ്റെ ആത്മാവിൽ നിറയണമേ, എൻ്റെ ശരീരത്തിൽ നിറയണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15 മിനിറ്റ് പറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് 15 മിനിറ്റ്, നാളെ 15 മിനിറ്റ്, അടുത്ത ദിവസം അരമണിക്കൂർ, അങ്ങനെ നിങ്ങൾക്ക് കൂട്ടുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു 1 മണിക്കൂറെങ്കിലും ഇരിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഓരോ ദിവസവും സമയം നീക്കി വെക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ പറഞ്ഞത് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് മക്കൾ മാനസാന്തരപ്പെട്ട അനേക കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്നാൽ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് നേരെ റിവേഴ്സായ കാര്യമാണ്. മകള് പ്രാർത്ഥിച്ച് അമ്മയെ മാനസാന്തരപ്പെടുത്തിയ ഒരു കഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പെൺകുട്ടിയുടെ പേര് ലോറ എന്നാണ്. ലോറ. അവൾ ചിലിയിലാണ് ജനിച്ചത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ ജനിച്ചു. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അപ്പൻ മരിച്ചുപോയി. അമ്മ ഈ 2 കുട്ടികളെയും കൊണ്ട് അർജന്റീനയിലേക്ക് മാറി. കാരണം അവർക്ക് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. അവിടെ ചെന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടിയില്ല. അവിടെയുള്ള ഒരു പണക്കാരനായൊരു മനുഷ്യൻ്റെ എസ്റ്റേറ്റിൽ ഇവർ ജോലിക്ക് ചേർന്നു. ഇയാൾ വളരെ മോശക്കാരനായൊരു മനുഷ്യനായിരുന്നു. ഈ മുതലാളി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ അനേക സ്ത്രീകളെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ അവിടെ ജോലിക്ക് ചേർന്നപ്പോൾ ഇയാൾ പണം കൊടുക്കും. ഈ 2 കുട്ടികളെയും സ്കൂളിൽ ചേർക്കുവാനുള്ള ഫീസ് കൊടുത്തു. പക്ഷേ ഈ സ്ത്രീ ഇയാളുടെ അടിമയായി തീർന്നു. അങ്ങനെ പാപകരമായൊരു ജീവിതം നയിക്കുവാനായിട്ട് ഈ സ്ത്രീ ആരംഭിച്ചു. ഈ ലോറ ചേർന്നത് സലേഷ്യൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ്. ആ സ്കൂളിൽ വെച്ച് സിസ്റ്റേഴ്സ് ഒത്തിരി കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു. ഈ വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് സിസ്റ്റേഴ്സ് കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് മനസ്സിലായി എൻ്റെ അമ്മ എത്രമാത്രം പാപകരമായ ജീവിതത്തിലാണ് എന്നവൾക്ക് തിരിച്ചറിവുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അന്നു മുതൽ അവളുടെ മനസ്സിൽ ഒരേയൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? എൻ്റെ കർത്താവേ, എൻ്റെ അമ്മയ്ക്ക് ഒരു മാനസാന്തരം നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്കൂളിലുള്ള ദിവ്യകാരുണ്യ സന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ അനേക മിനിറ്റുകൾ ഈ കുഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് യാതൊരു മാറ്റവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസം ഇവള് പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈദികൻ യോഹന്നാന്റെ സുവിശേഷം 10:11 വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് യോഹന്നാന്റെ സുവിശേഷം 10:11? എന്നാണ്? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കും. ഇത് അവൾക്കൊരു വലിയൊരു ഉൾക്കാഴ്ചയായി. അവൾ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ സമർപ്പിക്കും. എൻ്റെ അമ്മയുടെ ആത്മാവ് രക്ഷപ്പെടുവാൻ വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവൻ സമർപ്പിക്കുമെന്ന് അവൾ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നു മുതൽ അവളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? കർത്താവേ, എൻ്റെ ജീവൻ എടുക്കണമേ, എൻ്റെ അമ്മയുടെ ആത്മാവിനെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, എൻ്റെ ജീവനെ അവിടുന്ന് എടുക്കണമേ, അതിനു പകരമായി എൻ്റെ അമ്മയുടെ ആത്മാവിനെ അവിടുന്ന് രക്ഷയിലേക്ക് നയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വെറും 10 വയസ്സുള്ള അവൾ ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ദൈവം ഇവളുടെ പ്രാർത്ഥന കേട്ടു. ഇവൾക്ക് ഗുരുതരമായ രോഗമുണ്ടായി.
അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം 1904 സംഭവിക്കുന്നത്. ജനുവരി 22 തീയതി ഇവൾ മരിക്കുവാനായിട്ട് കിടന്നപ്പോൾ അവൾ ഒരു കാര്യം അവൾ ചിന്തിച്ചു, ഞാൻ ഈ കാര്യം അമ്മയോട് പറയണം. അമ്മ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അമ്മയെ അടുത്ത് വിളിച്ച് അവൾ പറഞ്ഞു, അമ്മേ, ഞാനിപ്പോൾ മരിക്കുവാൻ പോകുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മ പാപജീവിതം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും യേശുവിൻ്റെ വഴിയിലേക്ക് കടന്നു വരണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മ കണ്ണുനീരോടെ പറഞ്ഞു, മകളെ, ഞാൻ വാക്ക് തരുന്നു, നിന്റെ ജീവന് പകരമായി ഞാൻ ഇന്നു മുതൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അമ്മ അവൾക്ക് വാക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്താണ് പള്ളിയിൽ കർത്താവിൻ്റെ മാലാഹ ചൊല്ലുവാനുള്ള മണിയടിച്ചത്. അവൾ ശാന്തമായി അവളുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി ലോറ എന്ന പെൺകുട്ടി കേവലം 12 വർഷങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. പ്രാർത്ഥന കൊണ്ട് അവളുടെ ജീവിതം മാത്രമല്ല, അവളുടെ അമ്മയുടെ ജീവിതം പോലും രൂപാന്തരപ്പെടുത്തുവാൻ സാധിച്ച ഈ കൊച്ചു പെൺകുട്ടി നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിശ്ചയമായും സാധിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അത് നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് ഇതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഈ തീരുമാനമെടുക്കാം. 24 മണിക്കൂർ ദൈവം നമുക്ക് തരുന്നുണ്ട്. 1% കർത്താവിന് ഞാൻ കൊടുക്കുന്നുണ്ടോ? ഞാൻ നൈറ്റ് വിജിലിൽ വരുന്നുണ്ട്, പ്രെയർ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. ഇതൊക്കെ പൊതുവായ പ്രാർത്ഥനയാണ്. ഞാൻ വ്യക്തിപരമായി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവം നൽകിയ ആയുസ്സിൻ്റെ 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ 15 മിനിറ്റെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നീക്കി വയ്ക്കുമെന്ന തീരുമാനം ഇപ്പോൾ തന്നെ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ലോറായെ അനുഗ്രഹിച്ച കർത്താവ് നിശ്ചയമായി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതുവരെയായിട്ടും പ്രാർത്ഥിച്ചിട്ട് പരിഹാരം കിട്ടാത്ത മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടുവാനായിട്ട് ആരംഭിക്കും. നിരന്തരമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ ആനന്ദത്തോടെ ജീവിക്കുന്ന ദൈവമകനായി ദൈവമകളായി നിനക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കും. ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തീരുമാനത്തെ കൊടുത്തുകൊണ്ട് ഈ തീരുമാനത്തെ നിറവേറ്റുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഇരുകരങ്ങളും നമുക്ക് ഉയർത്താം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് നൽകണമേ, പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. വ്യക്തിപരമായ പ്രാർത്ഥന ഒരു ആനന്ദമായി, ഒരു രസമായി, ഹരമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, സന്യാസ സമൂഹത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്, വ്യക്തിപരമായി നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, നിന്റെ എല്ലാ കുറവുകളെയും അറിയുന്ന ദൈവമാണ്. ആ കുറവുകളോടുകൂടെ നിന്നെ കരുതുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് ചിന്തകളെ ഉയർത്തിക്കൊണ്ട് ആരാധിക്കാം. ശബ്ദം ഉയർത്തും കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ആഫ്രിക്കയിൽ, അമേരിക്കയിൽ, യൂറോപ്പിൽ, ഓസ്ട്രേലിയയിൽ, കർത്താവ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ എല്ലാ ദിവസവും ഇരിക്കുവാൻ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷയ്ക്ക് വേണ്ടി ഒഴുകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിവാഹത്തിനായി കാത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ രക്ഷകനായി കടന്നു വരണമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെ, പ്രൈസ് ദി ലോർഡ്.